ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വ്ളോഗാണ് കേട്ടോ ചെയ്യണത്. നമ്മൾ ലുലുവിൽ പോവുകയാണ്. അപ്പം നമ്മൾ ആദ്യം എങ്ങനെ പോകണത് വാവു? ലുലുവിലേക്ക് ബസ്സിൽ പോയിട്ട് ട്രെയിനിലാണ് നമ്മൾ പോണേട്ടാ. ആരും ഫസ്റ്റ് ടൈമാണ് ട്രെയിനിലൊക്കെ പോണേട്ടാ. അപ്പം ആരുവിൻ്റെ ഒരു ദിവസമാണ് ഇന്നത്തെ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ലുലുവിൽ പോയിട്ട് അവിടുത്തെ റൈഡിലൊക്കെ നമ്മൾ പോകാൻ പോയിട്ടാ. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണാം നമുക്ക്. നമ്മൾ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കേണ്ട. അപ്പോൾ അവിടെ നമുക്ക് മഹാലക്ഷ്മി തിയേറ്ററൊക്കെ കാണാൻ പറ്റും കേട്ടോ. ശേഷം ബസ് വന്ന് ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചാലക്കുടിയിലേക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റോപ്പിനകത്ത് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഒരു ആൾക്ക് 12 രൂപയുണ്ടായത്. 3 ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ആരും എടുത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ എടപ്പള്ളിയിലേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 10 രൂപ വെച്ചിട്ട് 40 രൂപയുണ്ടായത് 4 പേർക്ക്. അപ്പോൾ നമ്മളവിടെ നിൽക്കുമ്പോൾ 2-3 ട്രെയിനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയാനുണ്ടായി ഓരോ ട്രെയിൻ വരുമ്പോൾ അവിടേക്ക് പോകാനും ഇവിടേക്ക് പോകാനൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രെയിൻ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ്. നമ്മൾ മെമുവിന് വേണ്ടിയിട്ട് കാത്തിക്കുകയാണ്. മെമു വരാൻ കുറച്ച് വൈകി. എന്ത് പറ്റിയാണാവോ? അപ്പോൾ 2-3 ട്രെയിനൊക്കെ പോണത് അതിൻ്റെ ഇടയിൽ നമ്മൾ കണ്ട്. അപ്പോൾ ആരും ഇങ്ങനെ അടുത്ത് ട്രെയിൻ പോണത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ പേടിയായി ആൾക്ക്. ആളിനി കയറണില്ല എന്നാണ് പറഞ്ഞത് ട്രെയിനിനകത്ത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ വിചാരിച്ചത് ബസ്സിലൊക്കെ സീറ്റ് കിട്ടിയിട്ടല്ല വന്നത്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇതിലും അങ്ങനെ സീറ്റൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചത്. ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടിയില്ല. കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് സീറ്റ് കിട്ടിയിട്ടാ. ഇന്ന് പോയപ്പോൾ ഒരു കാല് കഴിക്കലൊക്കെ കുറച്ച് നേരത്തേക്ക് ഉണ്ടായി. പിള്ളേരുടെ കാര്യം നമ്മൾ പറയണ്ടല്ലോ. അപ്പോൾ അതുപോലെ ആയിരിക്കും എന്തായാലും. അപ്പോൾ അതേ നമ്മുടെ മെമു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മളിനി കയറാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ കയറുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. കണ്ടില്ലേ, നിൽക്കാനാണ് സ്ഥലം കിട്ടിയത്. നമ്മൾ കാലത്ത് 9:30 മെമു ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. പക്ഷേ അത് 10 മണിയായി വന്നപ്പോൾ. അപ്പോൾ എടപ്പള്ളി എത്തിയിട്ടുണ്ട്. എടപ്പള്ളി എത്തിയപ്പോൾ നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് ലുലു മാളിലേക്ക് നമ്മൾ പോവേണ്ട. അപ്പോൾ ഓട്ടോ ചാർജ് 50 രൂപയുണ്ടാണ് ഇത് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. കാലത്ത് ഒരു 8:45 നമ്മൾ പുറപ്പെട്ടത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വണ്ടിയൊക്കെ കിട്ടി വരാനായിട്ടുള്ളത്. അപ്പോൾ അതേ ലുലുവിൽ എത്തിയിട്ട് അപ്പോൾ നമ്മൾ ലുലുവിൻ്റെ അകത്തേക്ക് പോവേണ്ടിനി. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ആരുവിന് കളിക്കാനാണ് കൊണ്ടുവന്നത്. അത് കാരണം അവിടെ മാത്രം പോകണുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഈ എസ്കലേറ്ററിൽ കയറാൻ ഭയങ്കര പേടിയുള്ള ആളാണ് ഞാൻ കേട്ടോ. അപ്പോൾ എനിക്ക് കയറാൻ ബുദ്ധിമുട്ടുള്ള കാരണം ഞാൻ കുറച്ച് നീങ്ങിന്ന്. അപ്പോൾ ആരുമൊക്കെ ഭയങ്കര സ്പീഡിൽ അച്ഛൻ്റെ കൂടെ കയറിപ്പോയി. അവർക്ക് യാതൊരു പേടിയുണ്ടായിരുന്നില്ല. അതിന് ശേഷം ലിഫ്റ്റിനകത്ത് കയറിയിട്ട് 3-ാം നിലയിലാണ് ഈ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ആരുവിന് കളിക്കണം എന്ന് പറഞ്ഞ്. പക്ഷെ അതിനുള്ളതായിട്ടില്ല. ഗെയിമൊക്കെ കളിക്കാനുള്ളതായിട്ടില്ല. അതിന് ശേഷം കുറച്ച് നീങ്ങിയപ്പോൾ കുട്ടികളുടെ പാർക്ക് പോലത്തെ സ്ഥലം കണ്ടിട്ടാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കാർഡ് എടുക്കണം. കാർഡ് നമ്മൾ 1080 രൂപയുടെ ഒരു കാർഡാണ് എടുത്തത്. അപ്പോൾ എല്ലാത്തിലും കയറാൻ പറ്റില്ല. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കയറാമെന്ന് പറഞ്ഞ്. ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് എല്ലാവർക്കും കയറണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കയറാം കേട്ടോ. നമുക്കറിയാമല്ലോ കുട്ടികളുടെ സ്ഥാനത്തിലാണോ വലിയവരുടെ സ്ഥാനത്തിലാണോ കയറേണ്ടതെന്നൊക്കെ. അതനുസരിച്ച് നമുക്ക് കയറാവുന്നതാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ ഈ ഒരു സ്ഥാനത്തിലാണ് കയറിയത്. ആരുവിനെയാണ് മെയിനായിട്ട് കയറ്റിയത്. അപ്പോൾ ആരും ഈ ഒരു സ്ഥാനത്തിൽ കയറാൻ വേണ്ടിയിട്ട് 120 രൂപയുണ്ടായത്. അപ്പോൾ ഓരോരുത്തർ കയറുന്നതനുസരിച്ച് ഒരാൾക്കാണ് 120 രൂപ ആവാം കേട്ടോ. ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്ന അവിടെ പേടിപ്പെടുത്തുന്ന സാധനങ്ങൾ. അതിലൊന്നും ആരുവിനെ കയറ്റില്ല കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഹൈറ്റ് വെച്ചിട്ടുണ്ട്. ഹൈറ്റ് വെച്ചിട്ട് നോക്കിയിട്ടാണ് കയറ്റണേ കേട്ടോ. പിന്നെ നമ്മൾ 2 പേരും കൂടി കയറിയതാണ് ട്രെയിനകത്ത് കേട്ടോ. അപ്പോൾ ട്രെയിൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് കയറിയതാണ് അതിനകത്ത്. ഞാൻ കയറിയോണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടു. ആരുമുള്ള ബാക്കി എല്ലാ കാര്യത്തിലും കയറിയത്. ആരുവിന് പക്ഷേ 5 എണ്ണത്തിൽ കയറാൻ പറ്റുള്ളൂ കേട്ടോ. ഹൈറ്റ് അനുസരിച്ച് കയറുമ്പോൾ ആരുവിന് അതിനുള്ള പൊക്കം ഉണ്ടായിരുന്നില്ല. ആരുവിന് 90 ഉണ്ടായിരുന്നുള്ളൂ. 100 വേണം അതിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഓരോരുത്തരും പൈസ വ്യത്യാസമായിട്ടിരിക്കും കേട്ടോ. പൈസ 120 ആയിരുന്നു ആദ്യം. പിന്നെ ഇത് ഈ ട്രെയിനകത്ത് 3 റൗണ്ടാണ് ആകപ്പാടെ ഓടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോന്നിനും ഓരോ സമയം വെച്ചിട്ടാണ് ചെയ്തെടുക്കണത്. അപ്പോൾ ആരുവിന് അവന് കയറാൻ പറ്റാത്ത വലിയ വലിയ സാധനങ്ങളിലാണ് കയറേണ്ടതെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി പേടിപ്പെടുത്തില്ല. കുട്ടികളാവുമ്പോൾ ഇത്തിരി പേടി ഉണ്ടാവും. അങ്ങനെ കറക്കണ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തല കുത്തി കറങ്ങി വീഴണ സാധനങ്ങൾ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊന്നും ആരുവിനെ കയറ്റില്ലല്ലോ. എന്തായാലും കയറ്റണേൽ ഞങ്ങൾ കയറ്റിയിട്ടുണ്ട്. ഒരെണ്ണത്തിൽ തന്നെ 2 പ്രാവശ്യം കയറ്റേണ്ടി വന്നു കേട്ടോ. അപ്പോൾ കാർഡിലെ ബാലൻസ് അനുസരിച്ച് നമുക്ക് കയറാവുന്നതാണ് കേട്ടോ എല്ലാ കാര്യത്തിലും. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നത്. അത്ര സ്പീഡൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു കുതിരയിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ പതുക്കെയാണ് പോണത്. പിന്നെ കുറേ ഗെയിം കളിക്കുന്ന സാധനങ്ങളായിരുന്നു മെയിനായിട്ട് അവിടെ ഉള്ളത് കേട്ടോ. ഇങ്ങനത്തെ കളിക്കുന്ന സാധനങ്ങളുണ്ട്. അതുകൂടാണ്ട് ഗെയിം കളിക്കുന്നത് കുട്ടികൾക്കൊക്കെ കളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അറിയാൻ പാടില്ലാത്തവർ കളിച്ചിട്ടൊരു കാര്യമില്ലല്ലോ. കുറച്ച് കുട്ടികൾക്കൊക്കെ അറിയാൻ പാടുണ്ടാവും.
ഉണ്ട്. ഇതാണ് നമ്മൾ ഹൈറ്റ് നോക്കുന്ന സാധനം, നേരത്തെ കണ്ടില്ലേ. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു സാധനത്തിൽ കയറിയിട്ട് നമ്മൾ തീ കടത്തുന്ന സാധനമാണെന്നാണ് പറഞ്ഞത് അവർ. ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ കയറുമ്പോൾ 100, 120 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ പൈസ. ഒരേ പ്രാവശ്യം കയറുമ്പോൾ ഒരേന്നിൽ കയറുമ്പോൾ ഓരോ പൈസകളായിട്ട് ഇങ്ങനെ കാർഡിൽ നിന്ന് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗെയിമിനൊക്കെ 60, 65 ഒക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഇതുപോലത്തെ സാധനങ്ങളൊക്കെയാണ് പേടിപ്പെടുത്തുന്നത് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് കേട്ടോ. ഇതിലൊന്നും ആരുനെ കയറ്റില്ല, ഇതൊക്കെ മുകളിലോട്ട് പോണതല്ല. അപ്പോൾ ഇതൊക്കെ കയറി മുകളിൽ വെച്ചാൽ താഴേക്ക് ഇറക്കാൻ 2 മിനിറ്റെങ്കിലും എടുക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് നൂലൊളിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല, അത് കാരണം അതിനകത്ത് കയറ്റിയില്ല. അവരതിന് വേണമെങ്കിൽ കയറ്റിക്കൊള്ളാൻ പറഞ്ഞു, പക്ഷേ 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇറക്കുള്ളൂ, അതിങ്ങനെ ഓണാക്കിയിട്ട് ഓഫ് ആവണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കയറാൻ ആരും ഇഷ്ടമല്ല. അതേ ഇതുപോലത്തെ സാധനങ്ങളുണ്ട് ഗെയിം കളിക്കുന്നതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. പിന്നെ അതേ ഇത് നമ്മളിങ്ങനെ ബോളൊക്കെ എടുക്കുന്ന സാധനം, ഇങ്ങനെ ചുറ്റിക വെച്ചിട്ട് അടിക്കുന്ന സാധനമില്ലേ, ആ സംഭവം അത് എന്നിട്ട് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായി. ഇതിനൊന്നും ആരും കയറ്റില്ല കേട്ടോ. പിന്നെ പാവക്കുട്ടി എടുക്കുന്ന സാധനം ഉണ്ടായിട്ടാ, കിട്ടിയില്ല. 2 തവണ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പാവക്കുട്ടി എടുക്കാൻ വേണ്ടിയിട്ട്, കിട്ടിയില്ല. അപ്പോൾ ഓരോ 100 രൂപ വെച്ചിട്ടാണ് പാവക്കുട്ടി എടുക്കണേന് പോകണേ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ 100 രൂപ കൊടുത്തിട്ട് ആദ്യം ഒരു പാവക്കുട്ടി എടുക്കാൻ വേണ്ടി നോക്കി. ഒരു ചാൻസ് ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആ ചാൻസ് കഴിയും. ഒരു 60 സെക്കൻഡ് എത്രങ്ങാണ്ട് സെക്കൻഡ് ഉള്ളത് എടുക്കാൻ വേണ്ടിയിട്ട്. ചിലവർക്കൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ, കിട്ടണില്ല എന്നൊന്നുമില്ല, ഭാഗ്യം പോലെ ഇരിക്കും. ചിലവർ പറയണത് തല മുകളിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പാവക്കുട്ടികളുടെ അങ്ങനെ ഇരിക്കണമെങ്കിൽ കിട്ടുമെന്ന് കേട്ടോ. അപ്പം ഞങ്ങളവിടെ നിന്നപ്പോൾ ഒരു ചേട്ടൻ കുറേ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേ ഈ ഒരു ട്രെയിനകത്ത് ഒരു 12 തവണ ചുറ്റിയിട്ടുണ്ടാവും കേട്ടോ. ഇതിനകത്തൊക്കെ 90 രൂപയുള്ളൂ കേട്ടോ കയറാൻ വേണ്ടിയിട്ട്. കാർഡിൽ നിന്ന് വലിക്കേണ്ടതാണ്. നമ്മൾ ആ ഒരു കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ബാലൻസ് അനുസരിച്ച് ഓരോ സ്ഥലത്ത് നമുക്ക് പോകാമെന്ന് കേട്ടോ. അപ്പോൾ ആരുവിന് ഇതിൽ തന്നെ 2 പ്രാവശ്യം ഇരുത്തേണ്ട വന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരുവിന് വേറെ സ്ഥലങ്ങളിൽ കയറാൻ പറ്റിയില്ലല്ലോ, ആകെ 5 സാധനങ്ങളിൽ മാത്രം കയറാൻ പറ്റുള്ളൂ. എന്നിട്ട് കറങ്ങി ഭയങ്കരമായിട്ട് ചുറ്റനൊരു സാധനം ഉണ്ടായിരുന്നു, അതിനകത്ത് കയറണം എന്ന് പറഞ്ഞാൽ മരണക്കിണറൊക്കെ പോലെ കണ്ട പോലെ തോന്നി. അതൊന്നിട്ടാന്നൊന്നും അറിയില്ല, കയറിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ. ആരും ഇല്ലാണ്ട് നമുക്ക് കയറി നോക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം ഞങ്ങളതിൽ കയറിയില്ല കേട്ടോ. ഞങ്ങൾ കയറാനല്ല മെയിനായിട്ട് പോയത്, ആരുവിനെ കയറ്റാനാണ് പോയത് കേട്ടോ. വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ നമ്മൾ കയറുമ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിലില്ലേ, അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ടാ. അപ്പോൾ ആരും എന്ത് ചെയ്ത് ബോൾ ഇങ്ങനെയൊക്കെ എടുത്ത് മാറ്റിയിട്ടും അപ്പുറത്തേക്ക് ആക്കണ സംഭവം കിട്ടണുണ്ടായില്ല. അപ്പോൾ ആദ്യം അമ്മൂമ്മ ഒന്ന് പരീക്ഷിച്ച് കാണിച്ചു കൊടുത്ത്, അത് കഴിഞ്ഞിട്ട് കിട്ടാണ്ടായപ്പോൾ അപ്പു കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പു എന്നാണ് അവൻ അച്ഛനെ വിളിക്കുന്നത്. അത് കാണിച്ചു കൊടുത്ത്, അപ്പോൾ അത് പോരായിക വന്ന്. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തപ്പോഴും ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയല്ല എന്നാണ് ആരും പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരാൾ വന്ന് ശരിക്കും കാണിച്ചു കൊടുത്ത്, ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വെറുതെ ഇതുപോലെ ബോൾ എടുത്ത് അപ്പുറത്തേക്ക് ഇടാം, അങ്ങനത്തെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണുന്നില്ലേ ഒരു സാധനം കറങ്ങണത്, മനുഷ്യന്മാർ നിന്നിട്ട് കറങ്ങി പോണ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ വെറുതെ ഒന്ന് ഓടിച്ച് കാണിച്ചതാണ് കേട്ടോ. ആരുവിന് കയറുന്ന കാര്യങ്ങളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾ തൂങ്ങി കയറി പോകുന്നുണ്ട് കുറേ സാധനങ്ങളിൽ. അതിൽ ആരുവിനെ കയറ്റാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അതിലും ഹൈറ്റ് ശരിയായില്ല കേട്ടോ. അതേ ഈ ആൾക്കാണ് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടനാണ് പറഞ്ഞു തന്നത് തല മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന്. വലിയ സാധനങ്ങളൊന്നും എടുത്താൽ കിട്ടില്ല, ചെറുത് നോക്കി എടുത്താലാണ് കിട്ടുള്ളൂ. അതിങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ എന്തോ ട്രിക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. ഇതിൽ ചെയ്യണ്ടെന്ന് പറഞ്ഞ് പറ്റിക്കൽസാന്ന് പറഞ്ഞ് കിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാലും കാണണ ഭംഗിയുണ്ട്, അത് വേണമെന്നുള്ള ആഗ്രഹത്തുകൊണ്ട് അതിൽ 2 തവണ കയറി നോക്കി, പക്ഷെ കിട്ടിയില്ല. ആരും 2ാമത്തെ തവണ പോയി എന്ന് പറഞ്ഞില്ലേ. ഇനി അതൊക്കെ കഴിഞ്ഞ് പൈസയൊക്കെ തീർന്നപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവന് അവൽ മിൽക്ക് വേണമെന്ന് പറഞ്ഞു. അവൻ എന്താ സാധനം ഒന്നും അറിയില്ല, ഷെയ്ക്കാണെന്ന് പറഞ്ഞിട്ട് അവൻ കുടിക്കാൻ പോണതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സാധനം വാങ്ങി. അപ്പോൾ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. അവരൊരു ബോക്സ് പോലത്തെ ഒരു ചെറിയൊരു പെട്ടി പോലത്തെ ഒരു സാധനം തന്നെ, അതിനകത്ത് അലാറിന് അടിക്കും. അപ്പോൾ നമ്മളത് മേടിക്കാൻ വന്നാൽ മതി. ആ സാധനത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അതിന് നമ്മൾ 200 രൂപയാണ് കൊടുത്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവേണ്ട. അപ്പോൾ നമ്മൾ ലിഫ്റ്റിനകത്താണ് കയറണത്. അപ്പോൾ അവിടെ താഴെ ഇറങ്ങിയപ്പോൾ കൃഷ്ണൻ്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കണി വെക്കണേൻ്റെ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ നിന്നില്ല, പുറത്ത് പോയിട്ടാണ് ഭക്ഷണം കഴിക്കണത്. അപ്പോൾ നമ്മൾ താഴെ ഇറങ്ങി മാളിന് പുറത്ത് വന്നു. അതിന് ശേഷം അവിടെ കുറച്ച് നീങ്ങിയിട്ട് അവിടെ ഒരു ഹോട്ടലുണ്ടായി. അവിടെ നിന്നാണ് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തേട്ടാ. ചിക്കൻ ബിരിയാണി ആണ് ഓർഡർ ചെയ്തത്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഒരാൾക്ക് 40 രൂപയാണ്. 4 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ആളിൻ്റെ അവിടെ നിന്ന് മെട്രോ ഉണ്ട്, അവിടെ നിന്ന് ആലുവയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് ആരും മെട്രോയിൽ കയറിയിട്ടില്ല. വാട്ടർ മെട്രോയിലൊക്കെ കയറിയിട്ടുണ്ട്, ഈ ഒരു മെട്രോയിൽ ആരും കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു തവണ കയറിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ ആരുവിനെ കയറ്റണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ മെട്രോ വന്നിട്ടുണ്ട്. നമുക്ക് 2:35 കേട്ടോ മെട്രോ വന്നത്. തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകണത് 2:35 ഭക്ഷണം കഴിച്ച് ഇറങ്ങിയപ്പോൾ. അപ്പോൾ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും മാളിൽ കാണാൻ നിന്നില്ല കേട്ടോ. കളിച്ചു പോന്നു, അത്രേ ഉണ്ടായുള്ളൂ. ഇനി നമ്മൾ ഇതിൽ നിന്ന് തിരിച്ചിറങ്ങി വീട്ടിലോട്ട് പോവേണ്ട. നമ്മൾ വന്ന പോലെ തന്നെ തിരിച്ചു പോകണം. അപ്പോൾ നമ്മളുടെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടാ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ ട്രെയിനിൽ തന്നെ തിരിച്ചു വന്നു, പോയ പോലെ തന്നെ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.